നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. 40 വർഷത്തോളമായി ഇടതിനോട് ചേർന്ന് നിൽക്കുന്ന ഒറ്റപ്പാലം നഗരസഭയുടെ 2ാം വാർഡ് പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. 40 വർഷത്തോളമായി ഇടതിനോട് ചേർന്ന് നിൽക്കുന്ന ഒറ്റപ്പാലം നഗരസഭയുടെ 2ാം വാർഡ് പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. അതിനായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ മുഹമ്മദ് അലി നാലകത്തിനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. വാർഡിൽ നിലനിൽക്കുന്ന നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെയാണ് കോൺഗ്രസ് വോട്ട് ചോദിക്കുന്നത്. ഈ വാർഡ് എന്ന് പറയുന്ന ഈ വാർഡിന്റെ ചരിത്രം ഏകദേശം 40 വർഷമായി CPMന്റെ കയ്യിലുള്ള വാർഡാണ്. എന്തു വന്നാലും ഇപ്രാവശ്യം അത് പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണ് പാർട്ടി നേതൃത്വം എന്നെ ഇവിടെ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏകദേശം കുറേ കാലമായി സജീവ രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും ചാരിറ്റി രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന മുഴുവൻ സമയ പ്രവർത്തകനാണ് നിലവിൽ ഞാൻ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒന്ന്, കുടിവെള്ളം ലൈന് കിട്ടിയവർക്ക് പലവർക്കും ആഴ്ചക്കണക്കിൽ വെള്ളം കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. മറ്റൊന്ന്, പല പ്രദേശങ്ങളിലും വെള്ള പൈപ്പ് ഇതുവരെയും എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ട് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് നിലവിലുണ്ടായിരുന്ന കൗൺസിലറുടെയും ഭരണസമിതിയുടെയും ആജ്ഞയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവരോട് സഹകരിച്ച് പ്രവർത്തിക്കാത്തതിൻ്റെ പേരിൽ ആ പ്രദേശത്തേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടുന്ന ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരോഡ് മേഖലയിലെ വാർഡുകൾ CPMന് നഷ്ടമായാൽ നഗരസഭ BJP ഭരിക്കുന്ന അവസ്ഥ ഉണ്ടാവുമെന്ന വ്യാജ പ്രചരണമാണ് CPM നടത്തുന്നതെന്നും BJPയും CPMും ഒരു അന്തർധാര ഉണ്ടെന്നും മുഹമ്മദ് അലി നാലകത്ത് പറഞ്ഞു. മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് വരോഡ് പ്രദേശത്ത് നിന്ന് 5 വാർഡാണ് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ CPMനുള്ളത്. ആ വാർഡുകൾ നഷ്ടപ്പെട്ടാൽ ഒറ്റപ്പാലം നഗരസഭയിൽ BJP അധികാരത്തിൽ വരുമെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ആ പ്രചരണത്തിൽ കാര്യമായ ഒരു സത്യവുമില്ല. വാർഡ് വിഭജിച്ചു കൊടുത്തത് തോട്ടക്കര മോളൂർശി വിഭാഗത്തെ 5ാം വാർഡ് എന്ന് പറയുന്നതാണ്. ഒരു 700 ചില്ലറ വോട്ട്, ഇവിടെ 1700 വോട്ടാണ് ഈ 2ാം വാർഡിലുള്ളത്. അങ്ങനെയെങ്കിൽ അവർക്ക് അത്ര പേടിയുണ്ടെങ്കിൽ BJPനെ ഭയക്കുന്നുവെങ്കിൽ വരോഡ് പ്രദേശത്തായിരുന്നു ആ ഒരു വാർഡ് വരേണ്ടിയിരുന്നത്. അത് BJPക്ക് അനുകൂലമായ ഒരു തീരുമാനമായിട്ടാണ് അവരെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് BJPയും അവരുമായി വളരെ അടുത്ത സഖ്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. 3ാം റൗണ്ട് പ്രചരണം പൂർത്തിയാവുമ്പോൾ വലിയ രീതിയിലുള്ള ജനപിന്തുണ ലഭിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. വലിയ രീതിയിലുള്ള ഒരു പിന്തുണ വാർഡിലെ ജനങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ പ്രവൃത്തി കാലസമയങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ടാണ് ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. ആ ഒരു ഇഷ്ടവും ആ ഒരു പരിഗണനയും തീർച്ചയായും അവരിൽ നിന്ന് ഉണ്ടാവും. അത് എൻ്റെ പ്രവർത്തനത്തിലൂടെ എനിക്കും മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്.